ആദ്യമായി കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും എൻ്റെ കുടുംബത്തിനെയും സാക്ഷികളാക്കിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റിയ, ഇതെൻ്റെ ഭർത്താവ് സാൻഡൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എയ്സൽ, റൂഹ, അയാൻ, ലിയോ. ഞങ്ങൾക്ക് കഴിഞ്ഞ 6 കൊല്ലങ്ങളായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷത്തോളം ഞങ്ങൾക്ക് മക്കളില്ലാതെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അതിനുള്ളിൽ 3 പ്രാവശ്യം ഞാൻ ക്യാരിയിങ് ആവുകയും 3 പ്രാവശ്യവും മിസ്കാരേജ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സങ്കടത്തോടെയാണ് ഞങ്ങളിവിടെ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഫസ്റ്റ് ഞാൻ കൃപാസനത്തിൽ വരാൻ ഇടയായത്. ഇവിടെ വന്നത് 2025 ജനുവരി 16-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഉടമ്പടി എടുത്തു, ഞങ്ങൾ പോയി. ആദ്യമായി ഞാൻ പിന്നീട് പുതുക്കാൻ വന്നതും മെയ്യിലായിരുന്നു. മെയ്യിൽ പുതുക്കി. എൻ്റെ മെയിനായിട്ട് ഞാൻ പറഞ്ഞതും ഞങ്ങൾക്ക് മക്കളില്ലാത്ത കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളാരും വെറുതെ വന്ന് സാക്ഷ്യം പറയരുതും, നിങ്ങൾ പ്രാർത്ഥിക്കുക, മാതാവ് മെഴുകുതിരിയിൽ അടയാളം തരും, അടയാളവുമായി വന്ന് നിങ്ങൾ സാക്ഷ്യം പറയുമെന്ന്. ആ ടൈമിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊന്നും അങ്ങനെ അടയാളം കിട്ടാനുള്ള വലിയ അർഹതയൊന്നും ഇല്ല, ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അന്ന് വെളുപ്പിന് 5:30 ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരിയിൽ എനിക്കൊരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു ചെറിയൊരു രൂപം പോലെ എനിക്ക് ഉരുകി കിട്ടി. ആ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ആ ഒരു അമ്മയും കുഞ്ഞിൻ്റെയും ഒരു രൂപം പോലെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ മാതാവിനോട് ഞാൻ പറഞ്ഞു, എന്തായാലും 6 കൊല്ലം ഞങ്ങൾ ഇരുത്തിയതല്ലേ, ഒരു കുഞ്ഞിനെ കൂടെ ഞങ്ങൾക്ക് തരാമായിരുന്നു, ഒരു രൂപം കൂടെ തരാമായിരുന്നു എന്ന് ചോദിച്ചു. അടുത്ത ദിവസം ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സെയിം എനിക്ക് ആദ്യം എന്ത് കിട്ടിയോ അതുപോലത്തെ തന്നെ ഒരു രൂപം എനിക്ക് അന്നും മെഴുകുതിരിയിൽ ഉരുകി കിട്ടി. മെയ്യിൽ ഞാൻ ഉടമ്പടി പുതുക്കിപ്പോയി. ജൂണിൽ എൻ്റെ പ്രഗ്നൻസി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പ്രഗ്നൻസി പോസിറ്റീവായി. അതിന് 3 പ്രാവശ്യം എനിക്കിതുപോലെ അബോട്ടായതുകൊണ്ട് ഞങ്ങൾ ഉടമ്പടിയും തൈലം ഉപയോഗിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ച് എൻ്റെ വയറിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ഉപ്പ് കഴിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ചെന്നപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആണ്. ബേബീസ് അത്ര വിസിബിൾ ആയിരുന്നില്ല. അപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഡോക്ടർ എനിക്ക് ഒരു ബേബീനെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് വേറൊരു ബേബീനെ കാണിച്ചു തന്നു. ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് മെഴുകുതിരിയിൽ ഒരുക്കി കിട്ടിയതായിരുന്നു. പക്ഷേ എന്നാലും അവിടെ ചെന്ന് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അൺകൺട്രോൾഡ് ആയിരുന്നു എൻ്റെ ഹാപ്പിനെസ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓരോ സ്കാനിങ്ങിൽ ചെല്ലാൻ നേരത്തും ഓരോ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. സ്കാനിങ്ങിന് ഞാൻ പോകുമ്പോൾ എപ്പോഴും കാശ് രൂപം കയ്യിൽ കരുതുമായിരുന്നു, ഉടമ്പടി തൈലം വെച്ച് എൻ്റെ വയറിൽ കുരിശ് വരക്കുമായിരുന്നു, ഉപ്പ് കഴിക്കുമായിരുന്നു. ഇതെല്ലാം ചെയ്താണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഓരോ ഫസ്റ്റ് സ്കാനിങ്ങിൽ പോയപ്പോഴത്തേക്കും എൻ്റെ മോള് കിടന്നത് അവിടെ ബ്ലഡ് കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ കുട്ടീനെ കിട്ടാൻ സാധ്യതയില്ലെന്ന് എൻ്റെ പാരൻസിനോട് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് റിക്കവർ മാറിയാണ് ചെയ്തത്. നെക്സ്റ്റ് സ്കാൻ ആയപ്പോഴത്തേക്കും ഓക്കെ ആയി. സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ട്വിൻ ബേബി ആയിരുന്നതുകൊണ്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്കാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ ബേബിയുടെ തലയിൽ വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പിറ്റേ പ്രാവശ്യത്തെ സ്കാനിങ് ആയപ്പോഴത്തേക്കും അതും മാറി. ആ സമയങ്ങളിലൊക്കെയും ഞാൻ ഫുൾ ഹോപ്പ് എനിക്കിവിടെ ഉണ്ടായിരുന്നത് മാതാവിലായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. ഒരു പേടിയും ഇല്ലാതെയാണ് ഞാൻ ഓരോ സ്കാനിങ്ങിലും പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഫാമിലിയിൽ വേറെ ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല. എനിക്കതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല, കാരണം ഓക്കെ ആയിരിക്കും, എല്ലാം ഫൈനായിരിക്കും, അങ്ങനെ തന്നെ വിശ്വസിച്ചാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ ഒരു സ്കാനിങ്ങിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ബേബിയുടെ കിഡ്നിക്ക് എല്ലാം എൻ്റെ ഈ ബേബിക്കാണ് എയ്സൽ റൂഹക്കായിരുന്നു എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വന്നപ്പോഴത്തേക്കും കിഡ്നിക്ക് പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്കാൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഈ ബേബിക്ക് വരുന്നുണ്ട്, നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞായിരുന്നു, ടെർമിനേഷനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാ. അതും 1-2 വർഷമല്ല, 6 വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്ന് കിട്ടിയതാ. മാതാവ് തന്നതാ. ഒരൊട്ടും വറീഡായിരുന്നില്ല. അതും ഗ്രാജുവലി ഞങ്ങൾക്ക് മാറി. പറയാനാണെങ്കിൽ ഞാൻ ജനുവരി 16, 2025 ഉടമ്പടി എടുത്തു. ജനുവരി 17, 2026 ഞാൻ എൻ്റെ ബേബിക്ക് 2 ബേബികൾക്കും നല്ല ആരോഗ്യത്തോടെ ജന്മം നൽകി. അതൊക്കെയെല്ലാം എനിക്കെൻ്റെ മാതാവ് എനിക്ക് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങളാണ് തിരുക്കുമാരൻ്റെ കയ്യിൽ നിന്ന്. അത് ഞങ്ങളിത് ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നു. അത് തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ വരെ ഒരു പ്രശ്നവുമില്ല. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് പറയാനാണെങ്കിൽ, ഇവിടുന്ന് പത്രങ്ങളെല്ലാം കൊണ്ടുപോയി എന്നാൽ കഴിയുന്ന വിധത്തിൽ എല്ലാ വീടുകളിലും തന്നെ ഞാൻ പേപ്പർ കൊടുത്ത് തീർക്കുമായിരുന്നു. ബാക്കി വരുന്നത് ഞങ്ങൾ കുർബാന കഴിയാൻ നേരത്ത്, കുർബാന കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ആളുകളുടെ കയ്യിലേക്കാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സാമ്പത്തികമായി എന്തെങ്കിലും സഹായിക്കുമായിരുന്നു. അത് ഓൺലൈൻ വഴിയാണെങ്കിലും ഇപ്പോൾ കാണുന്ന ഓരോ വീഡിയോസ് അങ്ങനെയുള്ള ഇതിലാണെങ്കിലും ഞങ്ങൾ അതിൻ്റെ ജെന്യൂനിറ്റി നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും തന്നെ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കുമായിരുന്നു. ആത്മീയ ജീവിതം ഞാൻ ഡെയിലി ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ ഡെയിലി ബൈബിൾ വായിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കതിൽ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഡെയിലി ബൈബിൾ വായിക്കും. ഒറ്റക്കൊരു കൊന്ത ചെല്ലും. കൊന്തയൊന്നും ഞാൻ അങ്ങനെ ഒറ്റക്കങ്ങനെ ചെല്ലില്ല. കുടുംബ പ്രാർത്ഥനയിൽ ചെല്ലുന്ന കൊന്തയല്ലാതെ വേറൊരു കൊന്ത ഞാനങ്ങനെ ചെല്ലിയിരുന്നില്ല. എനിക്കതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടുന്ന നേരങ്ങളിലൊക്കെ എല്ലാം ഞാൻ കൊന്ത ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു. ഞാൻ മെയിൻലി കുക്കിങ്ങിനൊക്കെ നിൽക്കുന്ന ടൈമിൽ മുമ്പ് പാട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നതും. എല്ലാ കാര്യങ്ങളിലും ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. ദേവമാതാവിനോട് തിരുക്കുമാരനോടും തീരാത്ത ഒത്തിരി നന്ദി ഞങ്ങൾ പറയുന്നു. ഒരിക്കൽ കൂടി ഈശോയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഒരു കഴിവിനാൽ ഞങ്ങൾക്ക് കിട്ടിയതല്ല, ദൈവത്തിൻ്റെ കരുണയാൽ മാത്രം കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കിത്. ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങളിത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് ഞാനിവിടെ വന്നത്. അവൾക്കും ഇതുപോലെ തന്നെ കുട്ടികളുണ്ടായിരുന്നില്ല. ആഫ്റ്റർ 7 years അതിനുശേഷമാണ് കുട്ടികളുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞറിഞ്ഞ് ഞാൻ വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ അനുഭവം എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര വണ്ടറാണ്. ചോദിക്കും, ഇത്രയും താമസിച്ചാണെങ്കിലും ഇരട്ട കുഞ്ഞുങ്ങളെ കിട്ടിയല്ലോ എന്ന്. അത് ഞാൻ പറയുകയും ചെയ്യും. എനിക്കത് വെറുതെ കിട്ടിയതല്ല, ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയതാണ്. അത് ഞങ്ങളുടെ ഒരു കഴിവുമല്ല, ഞങ്ങൾക്ക് ദൈവത്താൽ കിട്ടിയ ഒരു കഴിവാണ്. ദൈവം തന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ പറയും. ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വചനമാണ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ പലപ്പോഴും നമ്മുടെ ജോസഫ് അച്ഛൻ പറയാറുണ്ട്, അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ നിയോഗമായി സമർപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ കഴിവിൽ പറ്റാവുന്നതാണെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഈ മക്കളുടെ കാര്യവും അതുപോലെ തന്നെയാണ്. റിയ സാൻറ്റോൺ പറഞ്ഞ സാക്ഷ്യത്തിൽ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് ഇവർ കൃപാസനത്തിൻ്റെ മുറ്റത്തുള്ളവർ തന്നെയാണ്. പക്ഷെങ്കിൽ കൂട്ടുകാരി 7 വർഷം കല്യാണം കഴിഞ്ഞ് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും അവർക്ക് കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തതിന് ശേഷം ആ കൂട്ടുകാരിയാണ് റിയയോട് പറഞ്ഞത് ഉടമ്പടി എടുക്കുക എന്ന്. അങ്ങനെയാണ് റിയയും ഹസ്ബൻഡും പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ഉടമ്പടിയിൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുന്നത് പോലെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഉടമ്പടിയിലെ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. റിയയുടെ ജീവിതത്തിൽ 6 വർഷം സാധ്യമാകാത്ത കാര്യമാണ്
സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടിയെടുത്ത് 16 ജാനുവരി 2025 ഉടമ്പടി എടുത്തത്. മെയ് 19 വന്ന് പുതുക്കിയതിന് ശേഷം 1 മാസത്തിനുള്ളിൽ റിയ കൺസീവ് ആവുകയാണ്. അതും ഒരടയാളമായിട്ട് തന്നെ റിയ ചോദിക്കുകയാണ്. അങ്ങനെയാണ് തിരിയിൽ ഒരു അമ്മയും കുഞ്ഞിൻ്റെ രൂപം തെളിഞ്ഞു വന്ന് അത് മെഴുകുതിരിയിൽ നിന്ന് അടർന്നു വീണത്. അപ്പോൾ തന്നെ റിയ ചോദിച്ചു, ഒരു കുഞ്ഞിനും കൂടെ കിട്ടുമോ അമ്മയെ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം പ്രാർത്ഥിച്ചപ്പോഴും അതുപോലെ തന്നെ മെഴുകുതിരിയിൽ നിന്ന് ഒരു അമ്മയും കുഞ്ഞിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അപ്പോഴാണ് റിയയ്ക്ക് മനസ്സിലായി, ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന്. പിന്നീട് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പും കഴിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഡ്യൂറിങ് ദ പ്രഗ്നൻസി അല്പം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ കുട്ടിയുടെ തലയിൽ വെള്ളക്കെട്ടുണ്ടെന്നും കിഡ്നിയിൽ കോംപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ അതൊന്നും കണ്ടില്ല. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വളരെ ശക്തമായിട്ട് തന്നെ വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഈ കുഞ്ഞുങ്ങൾ ജാനുവരി 17 2026 കുഞ്ഞുങ്ങൾ ജനിച്ചത്. നമുക്കറിയാം, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും 7 എന്ന നമ്പർ കാണുമായിരിക്കാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളും ജനിച്ചത് 17 ജാനുവരി 2026. അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആ തിരിയിൽ കാണിച്ചു തന്ന രൂപങ്ങളും അമ്മയുടെ സാന്നിധ്യവുമെല്ലാം ഈ മക്കളോട് ഒരു കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യാൻ വരെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. പക്ഷെങ്കിൽ അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണം കൊണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെയുള്ള ഉപയോഗത്താലാണ് ഇന്ന് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21-22 പറയുന്നത് പോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ അസാധ്യമായ ഒന്നുമില്ല. വൈകിയാലും ദൈവം വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. കൃപാസന മരിയൻ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതം ഉറച്ച വിശ്വാസത്തോടെ നാം നയിക്കുമ്പോൾ അനുഗ്രഹം ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. റിയ സാൻഡൻ്റെ കുടുംബത്തിൽ ലഭിച്ച ഈ 2 കുഞ്ഞു വാവകൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.